നമസ്കാരം സുഹൃത്തുക്കളെ. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കുന്നത് മേക്ക് ഇന്ത്യ പ്രൊജക്റ്റിൽ കടന്നു വന്നിരിക്കുന്ന ഒരു NRI സ്റ്റാർട്ടപ്പ് പ്രൊജക്റ്റിനെ കുറിച്ച് 100 കോടി രൂപ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റോടുകൂടി തുടങ്ങിയിരിക്കുന്ന ഒരു NRI സ്റ്റാർട്ടപ്പ് പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകാൻ പോകുന്ന ഈ പ്രൊജക്റ്റ്, ഇതിന്റെ സാധ്യതകൾ, ഇത് മുന്നോട്ട് വയ്ക്കുന്ന ബിസിനസ് മേഖലകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായും വരാൻ പോകുന്ന ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കും മാറാൻ സാധിക്കും. ഈ കമ്പനി 5 കോടി രൂപ പെയ്ഡ് ക്യാപിറ്റലോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളെ നെയ്തെടുക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു ബിസിനസ് ആശയം ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഫിയ ഗോൾഡ് 10% ഗോൾഡ് ഫിൽഡ് ഓർണമെന്റ്സ്, ഫീൽ ഇറ്റ്, ഫ്ലിറ്റർ ഇറ്റ്, ഫ്ലോണ്ട് ഇറ്റ് എന്ന രജിസ്ട്രേഡ് ട്രേഡ് മാർക്കോട് കൂടിയാണ് ഈ സിസ്റ്റം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത സമയങ്ങളിൽ ഇതിനൊരു കോമ്പറ്റീറ്റർ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായും വളരെ മനോഹരമായ ചില കാര്യങ്ങൾ അമേസിംഗ് ഓർണമെന്റ് കളക്ഷൻസിലൂടെ ഈ സിസ്റ്റം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. 10% ഫിയ ഗോൾഡ് ഈസ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഡ് ആണ്, having complete legal registration of both central and state government, registered under Consumer Affairs Ministry, having approval of all nodal agencies that monitoring direct selling industry in India. Fiavin ignites your dreams and you can fly high. ഫിയ ഗോൾഡിനെ കുറിച്ച് പറയുമ്പോൾ 10% ഫിയ ഗോൾഡ് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഓർണമെന്റ് സെക്ടർ ആണ്. നമ്മൾ എടുക്കുന്ന ഏത് ആഭരണമാണെങ്കിലും ആഭരണത്തിന്റെ വെയിറ്റിന്റെ 10% പ്യുവർ ഗോൾഡ് ആയിരിക്കും, 24 ക്യാരറ്റ് സ്വർണ്ണമായിരിക്കും. ഓരോ ആഭരണത്തിനും 2 എലമെന്റുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക, ഒരു ഔട്ടർ ലെയറും ഇന്നർ ബേസും. ഔട്ടർ ലെയർ എന്ന് പറയുന്നത് 10% 24 ക്യാരറ്റ് ഗോൾഡ് തന്നെയാണ്. 90% എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ മെറ്റൽ അലോയി ആണ്. 6 ലോഹങ്ങളുടെ ഒരു അലോയി, ഒരു കൂട്ടം. ഫിയ ഗോൾഡിന്റെ ഏത് ആഭരണം എടുത്ത് പരിശോധിക്കുമ്പോഴും നമ്മൾക്ക് പരിചയമുള്ള ഏത് സ്വർണ്ണാഭരണത്തോടും കിടപിടിക്കുന്ന ആഭരണങ്ങളാണ്. ഫിയ ഗോൾഡിന്റെ ആഭരണങ്ങൾക്ക് ഒരിക്കൽ പോലും സ്കിൻ അലർജി പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. കളർ പോകുമെന്ന പ്രശ്നം ഈ സിസ്റ്റത്തിൽ നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. ഓരോ ഓർണമെന്റിലും 10% ഫിയ ഗോൾഡ് എന്ന് സ്റ്റാമ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു യുണീക് സീരിയൽ നമ്പറും സ്റ്റാമ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പരിചയമുള്ള ആഭരണങ്ങളുടെ ശ്രേണി, അതിന്റെ സ്ലൈഡ് നമ്മളൊന്ന് കട്ട് ചെയ്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. ഒന്ന് പ്യുവർ ഗോൾഡ് ആണ്. പ്യുവർ ഗോൾഡ് എന്ന് പറയുന്നത് ഒരു സോൾഡ് ഗോൾഡ് തന്നെയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 916 എന്ന സ്റ്റാൻഡേർഡിലാണ് ആ ഗോൾഡ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. ഫിയ ഗോൾഡ് എന്ന് പറയുന്നത് ഇന്നറിൽ ഒരു ലെയർ ഉണ്ട്, മെറ്റൽ അലോയ് ഉണ്ട്, 90% അതായിരിക്കും. ഔട്ട്സൈഡിൽ വരുന്നത് 10% 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ആയിരിക്കും. സാധാരണ സ്വർണം 916 ആണെങ്കിൽ നമ്മൾ 999 പ്യൂരിറ്റി നമുക്ക് പറയാൻ പറ്റും. കാരണം 24 ക്യാരറ്റ് ഗോൾഡ് ആണ് ഫിയ ഗോൾഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി പരിചയമുള്ള വേറൊരു സംഗതിയാണ് ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെന്റ് എന്ന് പറയുന്നത്. അത് ഒരു തിൻ ലെയർ മാത്രം വരുന്ന ഒരു പ്ലേറ്റിംഗ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ പോകാനും നമ്മുടെ ബോഡിയായിട്ട് ടച്ച് ചെയ്യുന്ന പല ഭാഗത്തും ഇന്നർ മെറ്റലിന്റെ സാധ്യത വരാനും, ആസിഡിൽ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് ആസിഡിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് അലർജി പോലുള്ള പ്രശ്നങ്ങൾ വരാനും ഇത്തരം ആഭരണങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഫിയ ഗോൾഡിൽ ഇത്തരം ഒരു പ്രശ്നവും നമ്മൾ മുൻകൂട്ടി കാണേണ്ട ആവശ്യമില്ല. ഉപയോഗിക്കുന്ന എല്ലാവർക്കും 100% സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന വളരെ മനോഹരമായ ഒരു പ്രൊഡക്റ്റ് റേഞ്ച് ആണ് ഫിയ ഗോൾഡിലൂടെ നമുക്ക് കിട്ടുന്നത്. ഏത് ആഭരണം എടുക്കുമ്പോഴും ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായ അനുപാതത്തിൽ ജർമ്മൻ സാങ്കേതികവിദ്യ സഹായത്തോടു കൂടിയാണ് ഈ സിസ്റ്റം ഫ്യൂസ് ചെയ്തെടുക്കുന്നത്. 90% ഫിയ മെറ്റലും 24 ക്യാരറ്റ് 10% വരുന്ന സ്വർണവും കൂടി ഫ്യൂസ് ചെയ്തെടുക്കുന്ന ഒരു ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ പ്രസൻസ് തന്നെയാണ് ഈ ആഭരണത്തിനെ ഏറ്റവും കൂടുതൽ കിടപിടിക്കുന്ന ആഭരണമാക്കി മാറ്റുന്നത്. ഓരോ ആഭരണത്തിലും ജ്വല്ലറിയുടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് സ്റ്റാമ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഓരോ ആഭരണത്തിലും ഒരു യുണീക് ബാർകോഡും ഐഡന്റിഫിക്കേഷനും സ്റ്റാമ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഈ സിസ്റ്റം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, ഇതിന്റെ എല്ലാ സാധ്യതകളും മുൻനിർത്തിക്കൊണ്ടാണ് വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ഏറ്റവും അനുയോജ്യമായ രൂപത്തിലാണ് ഈ NRI സ്റ്റാർട്ടപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. 100% ജെനുവിൻ പ്രോഡക്ട്സ്,
എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഒരു മൾട്ടി ക്രോർ ബിസിനസ് ഹൗസിൽ നിന്ന് അത് പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോൾ ലൈഫ് ടൈം സർവീസ് വാറന്റിയോട് കൂടിയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട സംഗതിയാണ്. സ്വന്തമായ പ്രൊഡക്റ്റ്, സ്വന്തമായ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിർമ്മിക്കുന്ന പ്രൊഡക്റ്റ് അത് ഡയറക്ട് സെല്ലിംഗ് മെത്തേഡിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വളരെ മനോഹരമായ ഒരു ആശയം. അതുവഴി ഓരോ ആൾക്കാർക്കും, ആഭരണം വാങ്ങുന്ന ഓരോ ആൾക്കാർക്കും ഒരു യുണീക്ക് ഇൻകം പ്ലാനും ഈ സിസ്റ്റം ഒരുക്കി വെച്ചിരിക്കുന്നു. നമുക്ക് ഇന്ന് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം. പലതരത്തിലുള്ള ഇൻകം ആണ് ഈ സിസ്റ്റം നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഡെയിലി വരുമാനം കിട്ടുന്ന രൂപത്തിലാണ് സിസ്റ്റത്തിന്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതിലൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വീണ്ടും 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 പർച്ചേസ് ചെയ്തുകൊണ്ട് ഒരു ഹെഡേക്ക് നമുക്ക് തരാത്ത വളരെ മനോഹരമായ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയും ഈ ആഭരണം സ്വന്തമാക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്നുണ്ട്. ഈ കമ്പനിയുടെ മിഷൻ എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് ഇക്കണോമിക് ഗ്രോത്ത് ഫോർ അവർ വാല്യൂഡ് കസ്റ്റമർ ബൈ മീൻസ് ഓഫ് ഇൻവെന്റീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡയറക്ട് സെല്ലിംഗ് കൺസെപ്റ്റ്. വളരെ പ്രത്യേകതകളുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് കൺസെപ്റ്റിലൂടെ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക, ഓരോ വാല്യൂഡ് കസ്റ്റമറുടെയും കയ്യിലേക്ക് കൈ നിറച്ച് പൈസ ഉണ്ടാക്കിയെടുക്കുന്ന സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നൊരു മിഷനിലാണ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഇന്ന് ആവശ്യം. കാരണം സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാതെ ഇന്ത്യയിലെ ജോബ് ഓപ്പർച്യൂണിറ്റി വലുതാക്കാനുള്ള യാതൊരു സാധ്യതയും നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റുന്നില്ല. മേക്ക് ഇന്ത്യ പ്രൊജക്ടിലൂടെ ഈ സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്ന ഈ ബിസിനസ് ആശയം, ഈ ബിസിനസ് മോഡൽ സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത് ടു ബ്രിങ് ഇൻ ഹാർമണി, ഇന്റഗ്രിറ്റി ആൻഡ് ഹാപ്പിനെസ് ത്രൂ അവർ ബിസിനസ്. വളരെ മനോഹരമായ ഒരു വിഷനും മിഷനുമുള്ള ഈ സിസ്റ്റത്തെ നമുക്കൊന്ന് സ്നേഹിക്കാൻ സാധിച്ചാൽ, ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും വലിയ മാറ്റങ്ങൾ നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ കാണാൻ സാധിക്കും. ഈ സിസ്റ്റത്തിലേക്കുള്ള എൻട്രി ടോട്ടലി ഫ്രീ ആണ്. നിലവിലുള്ള ഏതെങ്കിലും ഒരു സ്പോൺസറുടെ ID ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ മെമ്പറായി മാറാൻ സാധിക്കും. ആധാർ നമ്പർ, പാൻ നമ്പർ, മൊബൈൽ നമ്പർ, ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായ അഡ്രസ് പ്രൂഫും ID പ്രൂഫും പാൻ നമ്പറും മൊബൈൽ നമ്പറും എല്ലാം കൊടുത്തുകൊണ്ട് ഈ സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കൊടുത്ത ഒരു ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ഒരേ ഒരു ID മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കൂ. അതായത് ഒരു ഇൻഡിവിജ്വലിന് ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ സിസ്റ്റത്തിൽ ഏക ID മെയിൻറ്റെയിൻ ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് അർത്ഥം. പക്ഷെ ID ലൈഫ് ടൈം ആയിരിക്കും. ഒരിക്കൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ആ IDയുടെ പൊസിഷൻ ഒരിക്കലും നിങ്ങൾക്ക് ലാപ്സ് ആയി പോകുന്നില്ല. അത് ഡോർമെന്റ് ആയി പോവുകയോ അത് ഡിലീറ്റ് ആയി പോവുകയോ ചെയ്യുന്ന പ്രോസസ്സ് ഇവിടെ ഇല്ല. ഇന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ 5 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമെങ്കിൽ അന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഈ സിസ്റ്റത്തിൽ ഒരാൾ ഒരു ആക്ടിവേറ്റഡ് മെമ്പർ ആയിട്ട് മാറുന്നത്, ഇൻകം ഓപ്പർച്യൂണിറ്റിയുടെ സാധ്യതയിലേക്ക് അയാൾ കടന്നു വരുന്നത് ഈ സിസ്റ്റത്തിൽ ഒരാൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുക വഴിയാണ്. 10% ഫിയാ ഗോൾഡൻ റേഞ്ചിലുള്ള ഏതെങ്കിലും ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞാൽ ഇതിന് ഇൻകം ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഒരാൾക്ക് കടന്നു വരാൻ സാധിക്കും. ഇത് വാങ്ങാൻ ഓരോ ദിവസവും ഫിയാ ഗോൾഡിന്റെ 1 ഗ്രാം ഗോൾഡിന്റെ വെയിറ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ് ഈ സിസ്റ്റത്തിലുണ്ട്. മുംബൈ മാർക്കറ്റിലെ ഇന്നത്തെ 24 ക്യാരറ്റ് ഗോൾഡിന്റെ വില എത്രയാണോ അതിന്റെ ഏകദേശം 33% വരുന്ന രൂപത്തിലാണ് ഫിയാ ഗോൾഡിന്റെ റേറ്റ് ഫിക്സ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന ദിവസം 1500 രൂപയാണ് ഫിയാ ഗോൾഡിന്റെ റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന ആഭരണം ഏതാണോ അതിനെ ഇന്നത്തെ വില കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിന്റെ കൂടെ 3.25 GST കേരളത്തിനകത്തുള്ളവർക്ക്, 3% മറ്റുള്ള സംസ്ഥാനക്കാർക്ക്, ആ രൂപത്തിലാണ് ബിൽ എമൗണ്ട് തയ്യാറാക്കപ്പെടുന്നത്. ആ ബിൽ എമൗണ്ട് ഷോറൂം കൗണ്ടറിലോ ഓൺലൈനായി കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലോ പേ ചെയ്തുകൊണ്ട് ഈ സിസ്റ്റത്തിലേക്ക് ഒരാൾക്ക് കടന്നു വരാൻ സാധിക്കും. നമ്മൾ വാങ്ങുന്ന ഓരോ ബില്ലും 1000 രൂപയുടെ മൾട്ടിപ്പിൾസ് ആയി കണക്കാക്കിക്കൊണ്ട് നമുക്ക് ബിസിനസ് വോളിയം ഈ സിസ്റ്റം അലോട്ട് ചെയ്യുന്നു. ഓരോ 1000 രൂപയ്ക്കും 1 BV എന്ന രൂപത്തിലാണ് ബിസിനസ് സിസ്റ്റം അലോട്ട് ചെയ്യുന്നത്. നമുക്ക് വരുമാനം തരുന്നത് ഓരോ BVക്കും 100 രൂപ എന്ന ക്രമത്തിലുമാണ്. സോ നമ്മൾ ചെയ്യുന്ന ടേൺ ഓവറിനെ ബേസ് ചെയ്ത്, നമ്മൾ റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റിന്റെ റേഞ്ചിനെ ബേസ് ചെയ്ത് ഉറപ്പായിട്ടും നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അർത്ഥം. 6 തരത്തിലുള്ള ബെനിഫിറ്റുകളാണ് ഈ സിസ്റ്റം നമുക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നത്. 5 വരുമാനവും 6ാമത് അച്ചീവ്മെന്റ്സ് ആൻഡ് റിവാർഡ്സും. റെഫറൽ ഇൻകം എന്നൊരു വരുമാനം, ബൈനറി ഇൻകം എന്ന വേറൊരു വരുമാനം, സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡ് എന്ന വേറൊരു വരുമാനം, ജനറേഷൻ ബോണസ് എന്ന വേറൊരു വരുമാനം, റീപർച്ചേസ് ഇൻകം എന്ന വേറൊരു വരുമാനം, അതുകൂടാതെ അച്ചീവ്മെന്റ്സും റിവാർഡ്സും. 3000 രൂപയുടെ ഒരു ഉൽപ്പന്നം നിങ്ങൾ വാങ്ങാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഫിയാവിന്റെ ആക്റ്റീവ് മെമ്പർ ആയിട്ട് മാറാൻ സാധിക്കും. എല്ലാ ഇൻകം ഓപ്പർച്യൂണിറ്റിയുടെ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ സാധിക്കും. ഇവിടെ ഈ സിസ്റ്റത്തെ നമ്മൾ സ്നേഹിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് തരുന്ന വരുമാനം നമ്മുടെ പർച്ചേസ് റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് സിസ്റ്റം അസൈൻ ചെയ്യുന്നത്.
ഓരോ ബിവിക്കും 100 രൂപ എന്ന ക്രമത്തിൽ നമുക്ക് വരുമാനം തരാൻ വേണ്ടി പരമാവധി വരുമാനത്തിന് ഒരു ലിമിറ്റ് വെച്ചിരിക്കുന്നത് നമ്മുടെ പർച്ചേസ് റാങ്കിനെ റിപ്രസെന്റ് ചെയ്താണെന്നർത്ഥം. ഓരോ 1000 രൂപയുടെ ബില്ലിലും ഓരോ ബിവി അലോട്ട് ചെയ്യുന്നുണ്ട്. 3000 രൂപ മുതൽ 5000 രൂപ വരെ റേഞ്ചിലുള്ള ഉൽപ്പന്നമാണ് നമ്മൾ വാങ്ങിയതെങ്കിൽ നമ്മൾ പർച്ചേസ് റാങ്കിൽ ഒന്നിലാണ് വരിക. പർച്ചേസ് റാങ്ക് 1-ന് 2000 രൂപയാണ് പരമാവധി നമുക്ക് ലഭിക്കുന്ന ഒരു ദിവസത്തെ വരുമാനം. അപ്പോൾ 100, 200, 300, 400, 500 അങ്ങനെ തുടങ്ങി 2000 രൂപ വരെ വരുമാനം വാങ്ങാൻ ഒരു ദിവസം സാധിക്കുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായും 2000 രൂപ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഒരു മാസം 60000 രൂപ വരുമാനം കിട്ടുന്ന ഒരു പൊസിഷൻ ഒരു തുടക്കക്കാരന് കിട്ടാൻ പറ്റുന്ന സാഹചര്യം ഈ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയിലൂടെ കമ്പനി മുന്നോട്ട് വയ്ക്കുന്ന ആശയം ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പർച്ചേസ് റാങ്കിൽ 2-ൽ വന്നാൽ 5001 മുതൽ 8000 റേഞ്ചിൽ ഉൽപ്പന്നമായിരിക്കും നമുക്ക് വാങ്ങേണ്ടി വരിക. അവിടെ 4000 രൂപ പെർ ഡേ വരുമാനം കിട്ടുന്ന പൊസിഷനിലേക്ക് മാറാൻ സാധിക്കും. പർച്ചേസ് റാങ്ക് 3-ൽ 8000 രൂപ വരുമാനം കിട്ടുന്ന പൊസിഷനിലേക്ക് മാറാം. പർച്ചേസ് റാങ്ക് 4-ൽ 12000 രൂപ വരുമാനം കിട്ടുന്ന ഒരു പൊസിഷനിലേക്ക് മാറാം. എന്റെ ഒരു അഡ്വൈസ് എപ്പോഴും പർച്ചേസ് റാങ്ക് 4-ലെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. കാരണം 15001 മുതൽ 30000 റേഞ്ചിൽ ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ആളുകളെ കാണിക്കാൻ പറ്റുന്ന, ഉപയോഗിച്ചാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കുറച്ച് ഓർണമെന്റ്സ് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഒപ്പം നമുക്ക് ഒരു ദിവസം 12000 രൂപ വരുമാനം കിട്ടുന്ന ഒരു പൊസിഷനിലേക്ക് നമുക്ക് മാറാനും സാധിക്കും. പർച്ചേസ് റാങ്ക് 5-ൽ 18000 രൂപ വരുമാനം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. പർച്ചേസ് റാങ്ക് 6-ൽ 24000 രൂപ വരുമാനം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. പർച്ചേസ് റാങ്ക് 7 30000 വരുമാനം കിട്ടുന്ന ലെവലിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്ന ഒരു പർച്ചേസ് റാങ്ക് ആണ്. പർച്ചേസ് റാങ്ക് 8 എന്ന് പറയുന്നത് 40000 രൂപ ഒരു ദിവസം വരുമാനം കിട്ടുന്ന ഒരു പൊസിഷനാണ്. പർച്ചേസ് റാങ്ക് 9 എന്ന് പറയുന്നത് 50000 രൂപ വരുമാനം കിട്ടുന്ന ഒരു പൊസിഷനാണ്. സോ 50000 രൂപ ഒരു ദിവസം വരുമാനം എന്ന് പറയുമ്പോൾ മാസം 15 ലക്ഷം രൂപ വരുമാനം. തീർച്ചയായും സ്വപ്നതുല്യമായ നേട്ടങ്ങളിലേക്ക് ഉയരാൻ ആ വരുമാനം നമ്മളെ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 1,51,001 രൂപയ്ക്ക് മേലെയുള്ള ഒരു ബിൽ എമൗണ്ടിൽ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റുകൾ ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെതായ 10% ഫിയാ ഗോൾഡ് ആഭരണങ്ങൾ നമ്മൾ വാങ്ങണം. തീർച്ചയായും ഒരാൾ ഉപയോഗിക്കേണ്ട അത്യാവശ്യം കുറച്ച് ആഭരണങ്ങൾ കൃത്യമായ അനുപാതത്തിൽ വാങ്ങാൻ സാധിച്ചാൽ ഒരുപക്ഷെ 1,51,001 രൂപയ്ക്കുള്ള ബില്ലിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. പർച്ചേസ് റാങ്ക് 9-ൽ നമുക്ക് ഈ സിസ്റ്റത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. എങ്കിൽ നമ്മുടെ വരുമാനം 50,000 രൂപ എന്ന ലെവലിലേക്ക് ഉയർത്തിയെടുത്തുകൊണ്ട് നമ്മുടെ ലൈഫിനെ നമുക്ക് സെക്യൂർ ആക്കി മാറ്റാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ബിസിനസിനെ ബേസ് ചെയ്ത് നമുക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കി എടുക്കാനും സാധിക്കും. ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു പ്രോസസ്. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പർച്ചേസ് റാങ്ക് 9 തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയ ഒരു പ്ലാറ്റ്ഫോം. കാരണം ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ ബിസിനസിൻ്റെതായ സാഹചര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷോ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. നമ്മളൊരു കട തുടങ്ങിയാൽ പോലും നമ്മൾ ചെയ്യുന്നത് ആ കടയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന രൂപത്തിൽ നിറയെ സാധനങ്ങൾ വയ്ക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. സോ ഫിയാ ഗോൾഡിന്റെ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഫിയാവിൻ ഇന്റർനാഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ആഭരണങ്ങൾ മറ്റുള്ളവർക്ക് കാണാൻ പാകത്തിലുള്ള ആഭരണങ്ങളാണെങ്കിൽ ഉറപ്പായും നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത അനന്തമാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു സെൻസോടെ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ. എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം വലിയ എമൗണ്ട് കണ്ടെത്തുക ഒരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും എന്ന് കമ്പനി മനസ്സിലാക്കിക്കൊണ്ടാണ് പർച്ചേസ് റാങ്ക് 1 മുതലുള്ള ലെവലുകൾ ഈ സിസ്റ്റത്തിൽ വച്ചിരിക്കുന്നത്. തീർച്ചയായും ഒരു കസ്റ്റമറുടെ ചോയ്സ് ആണ് എവിടെ വരണം എന്നുള്ളത്. അയാൾ വന്നു, അയാൾ ചെയ്യുന്ന പ്രവർത്തിക്കാൻ ആനുപാതികമായി ഈ സിസ്റ്റം അദ്ദേഹത്തിന് വരുമാനം കൊടുക്കും. 3% റെഫറൽ ഇൻകമായിട്ട് സിസ്റ്റം കൊടുക്കുന്നത്. നമ്മൾ ഈ സിസ്റ്റത്തിൽ കടന്നു വന്നു, ആ സിസ്റ്റത്തിൽ നമ്മൾ കണ്ടുവന്നു, നമ്മൾ ഒരു ബിസിനസ് ചെയ്തു. ആ ബിസിനസ് ചെയ്തപ്പോ നമ്മുടെ സുഹൃത്തോ പരിചയക്കാരനോ ബന്ധുവോ വാങ്ങിയ ഉൽപ്പന്നം ഏതായിക്കോട്ടെ, അതിന്റെ ബിൽ എമൗണ്ട് എത്ര ആയിക്കോട്ടെ, അതിന്റെ 3% നമുക്ക് റെഫറൽ ഇൻകം ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കമ്പനി തരുന്നു. അതുകൂടാതെ ബിസിനസ് ഓളിയം നമുക്ക് അലോട്ട് ചെയ്യുന്നു. ഓരോ 1000 രൂപയ്ക്കും 1 BV എന്ന ക്രമത്തിൽ. അങ്ങനെ നടക്കുന്ന ബിസിനസ് ഓളിയം ലെഫ്റ്റ് റൈറ്റ് എന്ന സ്ട്രീമിലൂടെ ഈ സിസ്റ്റം കൗണ്ട് ചെയ്യുന്നു. അതിന്റെ ലെഫ്റ്റ് റൈറ്റ് കൗണ്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബിസിനസ് പേ ഔട്ട് നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ ഇതാണ്: ലെഫ്റ്റിൽ റൈറ്റിലോ ഒരു 3 BV ഉണ്ടാകണം എന്നുള്ളത് മിനിമം ആണ്. ആ 3 BVയിൽ കൂടുതലുള്ളത് മാത്രമേ ബിസിനസ് വോളിയത്തിന് കൗണ്ട് ചെയ്യത്തുള്ളൂ. ലെഫ്റ്റിലോ റൈറ്റിലോ എവിടെയെങ്കിലും ഒരു 3 BV. ആ ടെയിൽ BV നമ്മളിൽ നിന്നും കമ്പനി ഡിഡക്ട് ചെയ്തെടുക്കുന്ന സംഗതിയുമായിരിക്കും. അപ്പോ ഈ സിസ്റ്റത്തിൽ വരുന്ന ഏതൊരാൾക്കും ഫസ്റ്റ് പേ ഔട്ട് നടക്കണമെങ്കിൽ ഒരു 3 BV എക്സ്ട്രാ ഒരു സൈഡിൽ ഉണ്ടാവണം. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ സാധിക്കും, ഇവിടെ ലെഫ്റ്റ് 3 BV, റൈറ്റിൽ 4 BV. ഇവിടെ 3 BV തമ്മിൽ മാച്ചായി ഈ റൈറ്റിലുള്ള 3 BV മൈനസ് ആകുന്നു, ബാക്കി 1 BV ഉണ്ട്.
ആ ഒരു ബി വി 3 ബി വി മാച്ച് ആവുന്നു, ഒരു ബി വി മാച്ച് ആയി 100 രൂപ അവിടെ പേ ഔട്ട് റിലീസ് ആവും. ബാലൻസ് 2 ബി വി അടുത്ത ദിവസത്തേക്ക് സിസ്റ്റം ഇവിടെ മാറ്റി വെക്കുകയും ചെയ്യും. അടുത്ത പേ ഔട്ട് മുതൽ അങ്ങനെ കണ്ടീഷനില്ല, 1:1 എന്ന റേഷ്യോ തന്നെ ബിസിനസ് കൗണ്ട് ചെയ്ത് പോകുന്നു. അങ്ങനെ ഓരോ ദിവസവും രാത്രി 12 മണിക്ക് സിസ്റ്റം കട്ട് ഓഫ് ചെയ്യും. കട്ട് ഓഫ് ചെയ്യുമ്പോൾ എത്ര ബി വി ലെഫ്റ്റിൽ നടന്നു, എത്ര ബി വി റൈറ്റിൽ നടന്നു, എത്ര ബി വി തമ്മിൽ മാച്ചായി, അതേ ഇൻറ്റു 100 പ്രകാരം നമുക്ക് പേ ഔട്ട് റിലീസ് ആവും പരമാവധി 50,000 രൂപ വരെ. ആ ബി വി ഡിഡക്ഷൻ ഒരു കണ്ടീഷൻ ഉണ്ട്. ഫസ്റ്റ് ബി വി ഡിഡക്ഷനിൽ 3 ബി വി മാച്ചിങ് ആണ് വരുന്നതെങ്കിൽ ഹയർ ബി വി എവിടെയാണോ അവിടെ നിന്നായിരിക്കും 3 ബി വി കുറയ്ക്കുക. അതല്ലാത്ത കണ്ടീഷനിലെല്ലാം എവിടെയാണോ ഏറ്റവും കുറവ് ബി വി ഉള്ളത് അവിടെ നിന്നായിരിക്കും 3 ബി വി കുറയ്ക്കുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് ബിസിനസ് കൗണ്ട് ചെയ്ത് പോകുന്നത്. ആ ബിസിനസ് കൗണ്ട് ചെയ്ത് പോകുന്ന മെത്തേഡിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ലെഫ്റ്റും റൈറ്റും നടക്കുന്ന ബിസിനസ്സുകൾ കൃത്യമായിട്ട് അനുപാതത്തിൽ ഈ സിസ്റ്റത്തിൽ വരുമ്പോൾ ഉറപ്പായിട്ടും വലിയ വലിയ നേട്ടങ്ങളിലേക്ക് ഉയരാനുള്ള സാധ്യത ഈ സിസ്റ്റം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡ് എന്നൊരു സിസ്റ്റത്തിലൂടെ ഈ കമ്പനി ചെയ്യുന്ന മന്ത്ലി ടേൺ ഓവറിന്റെ 1% മാറ്റിവെച്ചുകൊണ്ട് അത് സ്ഥിര വരുമാനമായിട്ട് തരുന്ന ഒരു പ്രോസസ്സ് ഈ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 1% അതിനുവേണ്ടി സിസ്റ്റം മാറ്റിവെക്കുന്നത്. ആ സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡ് എന്ന പൊസിഷൻ വിൻ ചെയ്ത എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് കൊടുക്കുന്ന രൂപത്തിലാണ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് എന്ന ക്രമത്തിൽ ഈ സിസ്റ്റത്തിൽ സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡ് വിൻ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്താണ് ക്ലസ്റ്റർ? നമ്മൾ വന്നതിന് ശേഷം ലെഫ്റ്റിൽ ഒരാളെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യണം, റൈറ്റിൽ ഒരാളെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യണം. ആ 2 സെയിൽസ് കൊണ്ടുവന്ന വ്യക്തികൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ലെഫ്റ്റും റൈറ്റും ഓരോ സെയിൽസ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ സഹായിക്കണം. ഈ ബി എയുടെയും അത്രയും നമ്മൾ സഹായിക്കുമ്പോൾ ഇവിടെ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്തായിട്ട് കമ്പനി കണക്കാക്കുന്നു. നമ്മൾ സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡിന്റെ വിന്നർ ആയിട്ട് മാറുന്നു. ഇത് ഫെബ്രുവരി മാസമാണ്. ഫെബ്രുവരി മാസം വിൻ ചെയ്താൽ മാർച്ച് മാസത്തിൽ ആ വരുമാനം നമുക്ക് കിട്ടും. അന്ന് മുതൽ 12 മാസമാണ് നമുക്കത് കിട്ടുക. സെയിം ടൈം നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ക്ലസ്റ്ററുകൾ വിൻ ചെയ്യാം. അതിനുവേണ്ടി കൂടുതൽ സ്പോൺസർഷിപ്പ് ലെഫ്റ്റും റൈറ്റും നമ്മൾ ചെയ്യണമെന്ന് മാത്രം. ഒരു സി എ നമ്മൾ വീണ്ടും സ്പോൺസർ ചെയ്തു, ഒരു ഡി എ സ്പോൺസർ ചെയ്തു, സി എ സപ്പോർട്ട് ചെയ്തുകൊണ്ട് C1 C2 കംപ്ലീറ്റ് ചെയ്തു, ഡി എ സപ്പോർട്ട് ചെയ്തുകൊണ്ട് D1 D2 കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ രണ്ടാമത്തെ ക്ലസ്റ്റർ വിൻ ചെയ്തു. അപ്പോ അടുത്ത മാസം നമുക്ക് കിട്ടുന്നത് 2 സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡിന്റെ ഷെയർ ആയിരിക്കും. ടോട്ടൽ ഫണ്ടാണ് കമ്പനിയുടെ മന്ത്ലി ടേൺ ഓവറിന്റെ 1% ഇതിന്റെ ഫണ്ട്. ആ ഫണ്ടാണ് വിന്നേഴ്സിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് ഒരു ഷെയർ എന്ന് പറയുന്നത്. ആ വരുമാനം സ്ഥിരമായിട്ട് 12 മാസം കിട്ടുന്ന ഒരു അവസ്ഥ. അപ്പോ 2 ക്ലസ്റ്റർ വിൻ ചെയ്താൽ 2 ഷെയർ നമുക്ക് കിട്ടുന്ന അർത്ഥം. അപ്പൊ 5 ക്ലസ്റ്റർ വിൻ ചെയ്താലോ 5 ഷെയർ കിട്ടും. 30 ക്ലസ്റ്റർ വിൻ ചെയ്താലോ 30 ഷെയർ കിട്ടും. എത്ര നാൾ കിട്ടും? എങ്ങനെ കിട്ടും? സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡ് is received for 1 year from the date of last made cluster. ഏറ്റവും അവസാനം വിൻ ചെയ്ത ക്ലസ്റ്റർ ഏതാണോ ആ ഡേറ്റ് മുതൽ 12 മാസമായിരിക്കും അത്രയും വരുമാനം കിട്ടുക. സോ ഈ സിസ്റ്റത്തിൽ കടന്നു വരുന്ന ഒരാൾ 30 മാസം കൊണ്ട് ഒരു പ്ലാൻ ചെയ്ത് 30 ക്ലസ്റ്റർ വിൻ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. 30ാമത്തെ മാസം എന്ന് പറയുമ്പോൾ 2.5 വർഷത്തിന് ശേഷമാണ് സംഭവിക്കുക. ആ 2.5 വർഷം മുതൽ 30 സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡിന്റെ ഷെയർ 12 മാസം അദ്ദേഹത്തിന് കിട്ടുന്ന സാഹചര്യം ഉണ്ടെന്നർത്ഥം. വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് സ്ഥിര വരുമാനമായിട്ട്. പക്ഷെ ഒരു ക്ലസ്റ്ററിന് മിനിമം 300 രൂപ പേ ഔട്ട് ഒരു മാസത്തിൽ വാങ്ങണമെന്ന കണ്ടീഷൻ ഈ സിസ്റ്റം വയ്ക്കുന്നുണ്ട്. അതായത് 3 ബി വിയുടെ ബിസിനസ് വോളിയുമെങ്കിലും ഏറ്റവും മിനിമം ഒരു മാസം ഒരാൾ ചെയ്തിട്ടുണ്ടാവണം ഒരു ക്ലസ്റ്ററിന്. അപ്പൊ 10 ക്ലസ്റ്റർ വിൻ ചെയ്ത ഒരാളാണെങ്കിലോ 10 ദിവസം പേയ്മെന്റ് റിലീസ് ചെയ്തിട്ടുണ്ടാവണം. 30 ക്ലസ്റ്റർ വിൻ ചെയ്ത ആളാണെങ്കിലോ 30 ദിവസവും പേയ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. നമുക്കറിയാം ഇതൊരു ടീം വർക്കിന്റെ ഭാഗമാണ്. ഒരു ക്ലസ്റ്റർ വിൻ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ 6 പേരുണ്ട്. നമ്മൾ ഉൾപ്പെടെ 7 പേരാണ് പിന്നെ വർക്ക് ചെയ്യാനുള്ളത്. 7 പേര് വിചാരിച്ചാൽ ഒരു 300 രൂപയുടെ പേ ഔട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്, പ്രത്യേകിച്ച് ഓർണമെന്റ് സെക്ടറിൽ. കാരണം ജ്വല്ലറി ഒന്ന് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് കാണിച്ചാൽ താല്പര്യമുള്ള ഏതെങ്കിലും ഉൽപ്പന്നം അവർ വാങ്ങുക വഴി ഉറപ്പായിട്ടും അവർക്ക് സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡിലേക്ക് എത്താൻ സാധിക്കും. സോ ക്ലസ്റ്ററിന്റെ എണ്ണം കൂടുന്തോറും നമ്മുടെ ടീം സൈസ് കൂടുന്ന ഒറ്റ കാരണം കൊണ്ട് എല്ലാ ദിവസവും വരുമാനം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സോ 30 ക്ലസ്റ്റർ വിൻ ചെയ്ത ഒരാൾക്ക് 30 ദിവസവും പേ ഔട്ട് എടുക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. എന്നാൽ കമ്പനി വളരെ ഏറ്റവും മിനിമം പേ ഔട്ട് മതി എന്ന് പറയുമ്പോൾ ഏതൊരാൾക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വരുമാനമായിട്ട് സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡ് മാറുകയാണ്. നോക്കൂ, ഈ സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡ് വിൻ ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഈ ബിസിനസ് വോളിയം നടന്നു പോകും നമുക്ക് കാണാൻ സാധിക്കും.
ടീം സൈസ് ആണ് ഈ സിസ്റ്റത്തിൽ നമ്മുടെ വരുമാനം കൂട്ടിയെടുക്കുന്നത്. അതിന്റെ കാൽക്കുലേഷൻ എടുക്കുന്നത് ഈ രൂപത്തിലാണ്. ബിസിനസ് നടക്കുന്ന ദിവസങ്ങൾ മാത്രം നിങ്ങൾ കൗണ്ട് ചെയ്തെടുക്കുക. ഒരു കണ്ടിന്യൂസ് ദിവസമാണെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഫസ്റ്റ് ഡേ ലെഫ്റ്റിൽ ഒരു 3 ബിസിനസ് വോളിയം നടന്നു, റൈറ്റിൽ ഒരു 6 ബിസിനസ് വോളിയം നടന്നു. മാച്ച് ആയ ബിസിനസ് വോളിയം 300 രൂപ പേ ഔട്ട് റിലീസായി. ആ ഫസ്റ്റ് 3 BV എക്സ്ട്രാ ഉള്ള ലെഫ്റ്റ് റൈറ്റിലുള്ള BV അവിടെ മൈനസ് ആയി പോവുകയാണ്. കാരണം ഫസ്റ്റ് 3 BV ഡിഡക്ഷൻ അവിടെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അടുത്ത ദിവസം 10 ബിസിനസ് വോളിയം ലെഫ്റ്റിൽ നടന്നു, റൈറ്റിൽ 6 ബിസിനസ് വോളിയം നടന്നു. മാച്ച് ആയത് 600 രൂപ പേ ഔട്ട് റിലീസായി. ബാലൻസ് 4 അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കും. കാരണം ഫസ്റ്റ് ടൈം മാത്രമാണ് ടെയിൽ BV കട്ട് ചെയ്യുന്നുള്ളൂ. പിന്നീട് ക്യാരി ഫോർവേഡ്, ഇത് ക്യാരി ഫോർവേഡ്, ലൈഫ് ടൈം ക്യാരി ഫോർവേഡ് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അടുത്ത ദിവസം ലെഫ്റ്റിൽ പുതിയ ബിസിനസ് ഒന്നും വന്നില്ല, എന്നാൽ റൈറ്റിൽ 20 ബിസിനസ് വന്നു. മാച്ച് ആയത് 4 BV, 400 രൂപ പേ ഔട്ട് റിലീസായി. ബാലൻസ് 16 അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചു. അടുത്ത ദിവസം ലെഫ്റ്റിൽ 50, റൈറ്റിൽ 30 കൂടെ വന്നു. മാച്ച് ആയത് 46, 4600 രൂപ പേ ഔട്ട് റിലീസായി. ഈ ഘട്ടത്തിലാണ് നമ്മുടെ പർച്ചേസ് റാങ്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. കാരണം 4600 രൂപ പേ ഔട്ട് റിലീസ് ആവാൻ നമുക്ക് ബിസിനസ് വോളിയം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പർച്ചേസ് റാങ്കിൽ 1-ലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് സിസ്റ്റം 2000 രൂപ പേ ഔട്ട് തരത്തുള്ളൂ. പർച്ചേസ് റാങ്ക് 2-ലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് 4000 രൂപ പേ ഔട്ട് റിലീസ് ആവത്തുള്ളൂ. സോ ഈ ഘട്ടത്തിൽ പർച്ചേസ് റാങ്ക് 3-ൽ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ 4600 രൂപ പേ ഔട്ടും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് എടുക്കാൻ സാധിക്കൂ എന്നർത്ഥം. സോ പർച്ചേസ് റാങ്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക, പർച്ചേസ് റാങ്ക് 4-ൽ മിനിമം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഈ ബിസിനസ് വോളിയം വരിക എന്നുള്ളത് ഇതിൽ വളരെ ഈസി ആയിരിക്കും. ഒരാൾ വന്നു, അദ്ദേഹത്തിന് ആവശ്യമായ ഒരു ആഭരണം വാങ്ങിയപ്പോ 10000 രൂപ പേയ്മെന്റ് ആയി കഴിഞ്ഞാൽ 10 BV നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റും. ഈ സിസ്റ്റം നമുക്ക് വേണ്ടി തരുന്നുണ്ട്. സോ ഒരാൾ വന്നു, അദ്ദേഹത്തിന്റെ ആവശ്യമുള്ള ആഭരണങ്ങൾ വാങ്ങിയപ്പോൾ 50000 രൂപയുടെ ബില്ലായാൽ 50 BV സംഭവിക്കും. അപ്പൊ ഒരുപാട് ആളുകളൊന്നും വരണമെന്ന് ഒരു നിർബന്ധവും ഈ സിസ്റ്റത്തിനില്ല. ഒരൊറ്റ പർച്ചേസിലൂടെ ഒരു പക്ഷേ 100 BV, 150 BV, 500 BV നടക്കുന്ന ഒരു സാഹചര്യം ഈ സിസ്റ്റത്തിൽ നമുക്ക് അസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഓരോരുടെയും പർച്ചേസ് പവർ എത്രയാണെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ജ്വല്ലറി വന്നതിന് ശേഷം അദ്ദേഹം വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായ എന്തൊക്കെ ആഭരണങ്ങൾ സെലക്ട് ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ ബിസിനസ് വോളിയം വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിസിനസ് വോളിയം വരിക എന്നുള്ളത് വളരെ ഈസിയുമാണ്. കൃത്യമായി ബിസിനസ്സിനെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബിസിനസ് സാധ്യതയെ കൃത്യമായി മനസ്സിലാക്കി മുന്നേറി പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വരുമാനത്തിലേക്ക് ഉയരാൻ പറ്റുന്ന സാഹചര്യം ഈ സിസ്റ്റത്തിൽ ഉണ്ടാകും. ക്യാരി ഫോർവേഡ് ബിസിനസ് ഏത് സമയത്തും ലെഫ്റ്റിലാലും റൈറ്റിലാലും ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നീട് നടക്കുന്ന ബിസിനസ് വോളിയം നോക്കി എത്ര ബിസിനസ് വോളിയം ഓരോ ദിവസം മാച്ച് ആവുന്നുണ്ടെങ്കിൽ പേയ്മെന്റ് റിലീസ് ആവുകയും ചെയ്യും. ഡേ 5-ൽ 104 BVയുടെ മാച്ചിങ് നടന്നിട്ടുണ്ട്. 10400 രൂപ ഔട്ട് റിലീസായി. ബാലൻസ് 96 അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചു. അടുത്ത ദിവസം വീണ്ടും 300 ബിസിനസ് വോളിയം നടന്നു. 400 ബിസിനസ് വോളിയം റൈറ്റിൽ നടന്നു. മാച്ച് ആയത് 300 ബിസിനസ് വോളിയം 30000 രൂപ ഔട്ട് റിലീസായി. അടുത്ത ദിവസം 500 ബിസിനസ് വോളിയം ലെഫ്റ്റിൽ നടന്നു. റൈറ്റിൽ 400 ബിസിനസ് വോളിയം നടന്നു. ക്യാരി ഫോർവേഡ് 196 ഉൾപ്പെടെ 596 BV റൈറ്റിൽ നമ്മൾ കാണുന്നുണ്ട്. മാച്ച് ആയത് 500 BV, 50000 രൂപ ഔട്ട് റിലീസായി. വീണ്ടും ബിസിനസ് വോളിയം 600-ഉം 700-ഉം ഒക്കെ നടന്നാലും മാച്ച് ആവുന്നത് 600 ബിസിനസ് വോളിയം ആണെങ്കിലും നമുക്ക് 50000 രൂപ പേ ഔട്ടേ മാക്സിമം തരൂ. കാരണം ആ ദിവസത്തെ പേ ഔട്ടിന്റെ പ്രത്യേകത, ഏതൊരു ദിവസത്തെയും പേ ഔട്ടിന്റെ പ്രത്യേകത, പരമാവധി സിസ്റ്റത്തിൽ തരുന്ന വരുമാനം 50000 രൂപയാണ് എന്നുള്ളതാണ്. സോ 50000 രൂപ വരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാവരും ഡ്രീമായി മാറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈഫിൽ ഒരു മിറാക്കിൾ ആയിട്ട് ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഒരുക്കുന്ന ബിസിനസ് അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇത് കൂടാതെ ജനറേഷൻ ബോണസ് എന്നൊരു വളരെ റിമാർക്കബിൾ ആയ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നമുക്ക് വരുമാനം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്പോൺസർഷിപ്പിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. നമ്മൾ എത്ര പേരെ സ്പോൺസർ ചെയ്യുന്നു അതെല്ലാം നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ആയിട്ട് സിസ്റ്റം എടുക്കുന്നു. ആ ഫസ്റ്റ് ജനറേഷനിലെ ആൾക്കാർ ഈ സിസ്റ്റത്തിലൂടെ എത്രമാത്രം വരുമാനം ഏൺ ചെയ്യുന്നുണ്ട്, ബൈനറി പ്ലാനിലൂടെ എത്രമാത്രം വരുമാനം ഏൺ ചെയ്യുന്നുണ്ട്, ആ വരുമാനത്തിന്റെ 1% നമുക്ക് ജനറേഷൻ ബോണസ് ആയിട്ട് സിസ്റ്റം നമുക്ക് അലോട്ട് ചെയ്യും. അപ്പൊ 10 പേരെ ഞാൻ നേരിട്ട് സ്പോൺസർ ചെയ്തു. ആ 10 പേർ ഈ സിസ്റ്റത്തിലൂടെ മൊത്തം വാങ്ങിയ വരുമാനം 10 ലക്ഷം രൂപയാണെങ്കിൽ 10 ലക്ഷം രൂപയുടെ ഓരോ ലക്ഷം രൂപ വാങ്ങിച്ചാൽ മതി. സ്വാഭാവികമായിട്ടും 10 പേര് വാങ്ങുമ്പോൾ 10 ലക്ഷം രൂപ ടേൺ ഓവർ ആയി. ആ 10 ലക്ഷം രൂപയുടെ 1% എനിക്ക് ജനറേഷൻ ബോണസ് ആയിട്ട് സിസ്റ്റം അലോട്ട് ചെയ്യും. ഒരാളെ സ്പോൺസർ ചെയ്താൽ പോലും അത് നടക്കുമെന്നുള്ളതാണ്. ഒരു ഡയറക്റ്റ് റെഫറൽ മാത്രമാണ് അതിന് ഈ സിസ്റ്റം നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ആൾക്കാർ സ്പോൺസർ ചെയ്യുന്നവരാണ് നമ്മുടെ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ 10 പേരെ സ്പോൺസർ ചെയ്താൽ അവരുടെ ജനറേഷൻ നെക്സ്റ്റ് വരുമ്പോ ഒരുപക്ഷെ 20 പേര് വരാനുള്ള സാധ്യത പോസിബിലിറ്റി ആണ്. കാരണം ഒരാൾക്ക് മിനിമം 2 ബിസിനസ് ചെയ്യുക എന്നുള്ളത് ഈ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ 2 ബിസിനസ്സിലൂടെ വന്നാൽ പോലും 20 പേർ ആ സിസ്റ്റത്തിൽ സെക്കൻഡ് ലെവലിലുണ്ട്. അവർ വാങ്ങുന്ന വരുമാനം 20 പേരും ഓരോ ലക്ഷം വരുമാനം വാങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറേഷന്റെ ഇൻകം കൂടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 20 ലക്ഷം രൂപയുടെ ടേൺ ഓവർ സെക്കൻഡ് ലെവലിൽ നടക്കുന്നു. അതിന്റെ 2% എനിക്ക് പേ ഔട്ട് കിട്ടും.
ഈ വരുമാനം കിട്ടണമെങ്കിൽ ഞാൻ വേണ്ടത് 2 ഡയറക്റ്റ് സെയിൽസ് നാം ചെയ്യണമെന്ന കണ്ടീഷൻ മാത്രമേ ഈ സിസ്റ്റം പറയുന്നുള്ളൂ. 4 ഡയറക്റ്റ് റെഫറൽ ഞാൻ മൊത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ 3%, തേർഡ് ജനറേഷന്റെ 3% കൂടി എനിക്ക് കിട്ടും. മൊത്തം 8 പേരെ ഞാൻ ഡയറക്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർത്ത് ജനറേഷൻ 4% ഈ സിസ്റ്റത്തിലൂടെ കിട്ടുമെന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ്. സോ ഈ സിസ്റ്റത്തിൽ വരുന്ന ഏതൊരാളും ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെ 8 ഡയറക്റ്റ് സെയിൽ ചെയ്യാമെന്ന ഒറ്റ കാര്യം തന്നെയായിരിക്കണം. കൃത്യമായി പ്ലാൻ ചെയ്താൽ സ്മാർട്ട് ലീഡർഷിപ്പ് റിവാർഡിന് ആ ഒരു ബിസിനസ് കാരണമായി തീർന്നേക്കാം. കൂടുതൽ ക്ലസ്റ്റർ വിൻ ചെയ്യാൻ അത് കാരണമായി തീർന്നേക്കാം. അങ്ങനെ വരുന്ന എല്ലാവരും ആ സിസ്റ്റത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും ലൈഫിൽ ഒരു മിറാക്കിൾ ആയിട്ട് സിസ്റ്റം മാറും. എല്ലാ മാസവും കൃത്യമായി ജനറേഷൻ ബോണസ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ തരുമ്പോ 50% നമുക്ക് ക്യാഷ് അക്കൗണ്ടിലേക്ക് നമ്മുടെ ബാങ്കിലേക്ക് തരും. ബാക്കി 50% ഫിയ ബക്സ് എന്ന പേരിൽ ഒരു വാലറ്റിൽ സൂക്ഷിക്കുകയും ചെയ്യും. ആ സൂക്ഷിക്കുന്ന എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് റീപർച്ചേസ് ചെയ്യാം. ഈ സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്ന fiat.in എന്ന സിസ്റ്റത്തിലൂടെ വളരെ മനോഹരമായ ഒരു ഷോപ്പിംഗ് പാറ്റേൺ ഈ സിസ്റ്റം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ വരാൻ പോകുന്ന ഈ സിസ്റ്റത്തിന്റെ സാധ്യത നമ്മൾ പഠിച്ചാൽ 12 ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ എത്രമാത്രം പർച്ചേസ് ചെയ്യുന്നുണ്ടോ അതിനെ ബേസ് ചെയ്തുള്ള ഇൻകം നമുക്ക് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെന്നർത്ഥം. കാരണം ഇതിന്റെ ഇൻകം എന്ന് പറയുന്നത് 12 ലെവലിലൂടെ കിട്ടുന്ന രൂപത്തിലാണ് സിസ്റ്റം ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ സ്പോൺസർ ചെയ്ത എല്ലാവരും നമ്മുടെ ഫസ്റ്റ് ലെവലാണ്. അവർ സ്പോൺസർ നമ്മുടെ സെക്കൻഡ് ലെവലാണ്. അവർ സ്പോൺസർ നമ്മുടെ തേർഡ് ലെവലാണ്. ഇങ്ങനെ 12 ലെവൽ എന്ന് പറയുമ്പോൾ പൊസിഷൻ ബേസ് അല്ല നോക്കുന്നത്, സ്പോൺസർഷിപ്പ് ബേസ് ആണ് നോക്കുന്നത്. ഒറ്റ കാരണം കൊണ്ട് 12ാമത്തെ ലെവലിലുള്ള ആൾക്കാർ ഒരുപക്ഷെ 10,000-ഓ 50,000-ഓ ആൾക്കാരൊക്കെ വരാനുള്ള പോസിബിലിറ്റി സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മുടെ വാലറ്റിലുള്ള എമൗണ്ട് കൊണ്ട് ഷോപ്പ് ചെയ്യാമെന്ന ഒറ്റ കാരണം കൊണ്ട് വരുന്ന എല്ലാവരുടെയും പർച്ചേസ് പവർ വളരെ കൂടുതലായിരിക്കും. ഒരു മാസം 1 ലക്ഷം രൂപ ജനറേഷൻ ബോണസ് ഉള്ള ആളുടെ അക്കൗണ്ടിൽ വാലറ്റിൽ വരുന്നത് 50,000 രൂപയാണ്. സ്വാഭാവികമായിട്ട് 50,000 രൂപ വെച്ച് അദ്ദേഹത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനുള്ള പ്രൊവിഷൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഒറ്റ കാരണം കൊണ്ട് റീപർച്ചേസിംഗ് പവർ അദ്ദേഹം കൂട്ടും. ഇനി നമ്മുടെ വാലറ്റിലുള്ള ഫിയ ബക്സിനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള ഫെസിലിറ്റി സിസ്റ്റം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടീമിൽ റീപർച്ചേസ് നടക്കുക എന്നുള്ളത് വളരെ സിമ്പിളായി നടക്കുന്ന ഒരു പ്രോസസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. fiat.in എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്യപ്പെടുന്ന വെണ്ടേഴ്സ് ഉണ്ടാകാം, ഡയറക്ട് സപ്ലൈസ് ഉണ്ടാവാം. അതുപോലെ തന്നെ കമ്പനി മുന്നോട്ട് വയ്ക്കുന്ന ബിസിനസ് ആശയങ്ങളും fiat.in നമുക്ക് കാണാൻ സാധിക്കും. സോ വളരെ മനോഹരമായ ഒരു റീപർച്ചേസ് സിസ്റ്റം. കൃത്യമായി ബിസിനസ് ചെയ്തു പോകുമ്പോൾ റാങ്കുകൾ നമുക്ക് വിൻ ചെയ്തെടുക്കാൻ സാധിക്കും. ആ റാങ്കുകൾ വിൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള റിവാർഡുകൾ ഈ സിസ്റ്റം തരുന്നുണ്ട്. ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന റാങ്കാണ്. 100 BBയുടെ ബിസിനസ് ലെഫ്റ്റിലും 100 BB ബിസിനസ് റൈറ്റിലും വെച്ചാൽ എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂട്ടറായി. ഈ ബിസിനസ്സിൽ ഒരാൾ വന്നു, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് 1 ലക്ഷം രൂപയുടെ പർച്ചേസ് നടത്തി, വേറെ സുഹൃത്തിനെ കൊണ്ട് 1 ലക്ഷം രൂപയുടെ പർച്ചേസ് നടത്തി. നോക്കൂ, 100 BBയോടെ മാച്ച് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം 1 ലക്ഷം രൂപയുടെ പർച്ചേസ് എന്ന് പറയുമ്പോൾ 100 BBയോടെ അലൗട്ട് ആവുന്നുണ്ട്. അപ്പോ റാങ്ക് വിൻ ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. സിമ്പിൾ ആണ് ഈ സിസ്റ്റം. ഏതൊരാൾക്ക് നേടിയെടുക്കാവുന്ന രൂപത്തിലാണ്. സോ ടീമിൽ വരുന്ന ഓരോ ആൾക്കാരെയും പൊസിഷൻ അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ടീമിൽ ഒരു എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂട്ടർ ലെഫ്റ്റിലും ഒരു എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂട്ടർ റൈറ്റിലും ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ സ്റ്റാർ എക്സിക്യൂട്ടീവ് ആയി. ഒരു എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂട്ടർ ലെഫ്റ്റിലും സ്റ്റാർ എക്സിക്യൂട്ടീവ് ലെഫ്റ്റിലും ഒരു സ്റ്റാർ എക്സിക്യൂട്ടീവ് റൈറ്റിലും ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ സ്മാർട്ട് എക്സിക്യൂട്ടീവ് ആയി. ഇങ്ങനെ എക്സിക്യൂട്ടീവ് റാങ്കിൽ 6 റാങ്ക് നമുക്ക് കാണാൻ സാധിക്കും. ഡയമണ്ട് റാങ്കിൽ 5 റാങ്ക് നമുക്ക് കാണാൻ സാധിക്കും. അംബാസിഡർ റാങ്കിൽ 5 റാങ്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഏറ്റവും ടോപ്പ് റാങ്ക് ആയ ഗ്ലോബൽ അംബാസിഡർ റാങ്ക് നമുക്ക് വിൻ ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ വിൻ ചെയ്ത് പോകുമ്പോൾ ഓരോ അച്ചീവ്മെന്റിനോടൊപ്പം തന്നെ അതിന് അനുയോജ്യമായ പ്രൊഡക്റ്റുകൾ ഈ സിസ്റ്റം തരുന്നുണ്ട്. സ്റ്റാർ എക്സിക്യൂട്ടീവ് ആയാൽ ഒരു ഡയറി ടൂൾ കിറ്റ് ആണ് നമുക്ക് തരിക. എന്തുകൊണ്ട്? ആ സമയത്ത് നമുക്കൊരു ടീമുണ്ട്. ആ ടീമിന്റെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി നോട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എങ്കിലേ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ സാധിക്കും. ആരെല്ലാം എത്രയെല്ലാം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എങ്ങനെയൊക്കെ കോർഡിനേറ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ ബിസിനസ് വോളിയം ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തേണ്ടത് ആവശ്യമായത് ഒറ്റ കാരണം കൊണ്ട് കമ്പനി അവിടെ ഒരു ഡയറക്റ്റ് ടൂൾ കിറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു സ്മാർട്ട് എക്സിക്യൂട്ടീവ് ആയാൽ ഒരു ഫിയാവിന്റെ ഒരു ടീഷർട്ട് നമുക്ക് തരുന്നു. ഗ്രാൻഡ് എക്സിക്യൂട്ടീവ് ആകുമ്പോൾ നമ്മുടെ റേഞ്ച് അല്പം മാറി നമ്മളൊരു സ്യൂട്ട് ഒക്കെ യൂസ് ചെയ്യേണ്ട ആൾക്കാരായിട്ട് മാറുമെന്ന് കമ്പനി മനസ്സിലാക്കി സ്യൂട്ട് ലെങ്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. സീനിയർ എക്സിക്യൂട്ടീവ് ആയിട്ട് മാറുമ്പോൾ ഒരു വാച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. റോയൽ എക്സിക്യൂട്ടീവ് ആയിട്ട് മാറുമ്പോൾ സ്മാർട്ട് ഫോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഡയമണ്ട് ആയാൽ ഒരു സ്കൂട്ടർ ഫണ്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, 20,000 രൂപ. സ്കൂട്ടർ വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ അതൊക്കെ നമ്മുടെ ചോയ്സ് ആണ്. ഒരു ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തരും. സ്റ്റാർ ഡയമണ്ട് ആയാൽ ബൈക്ക് ഫണ്ട് തരും 50,000 രൂപ. ബ്ലൂ ഡയമണ്ട് ആയാൽ ഒരു കാർ ഫണ്ട് തരും 1.5 ലക്ഷം രൂപ. റോയൽ ഡയമണ്ട് ആയാൽ 4 ലക്ഷം രൂപ കാർ ഫണ്ടാണ്. ക്രൗൺ ഡയമണ്ട് ആകുമ്പോൾ 10 ലക്ഷം രൂപ ആണ് കാർ ഫണ്ടായിട്ട് നമുക്ക് തരുന്നത്.
ഒരുപക്ഷെ ആ സമയത്ത് നമ്മൾ കാർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ ആ ഫണ്ട് ക്രിയാത്മകമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് തരികയാണ് ചെയ്യുന്നത്. അംബാസഡർ റാങ്ക് മുതലുള്ള എല്ലാ റാങ്കിനും ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ് നമുക്ക് ഈ സിസ്റ്റം ഒരുക്കി വെച്ചിരിക്കുന്നത്. അംബാസഡർ റാങ്ക് ആയാൽ ഒരു ഇന്നോവ ക്രിസ്റ്റ, ഫുള്ളി പെയ്ഡ് ഇന്നോവ ക്രിസ്റ്റ. പ്ലാറ്റിനം അംബാസഡർ ആയാൽ ഒരു ഫുള്ളി പെയ്ഡ് ബെൻസ് GLA. റോയൽ അംബാസഡർ ആയാൽ ഒരു ഫുള്ളി പെയ്ഡ് BMW Thrill സീരീസ്. ക്രൗൺ അംബാസഡർ ആയാൽ ഒരു പോർഷെ CNA. ഗ്ലോബൽ അംബാസഡറായി മാറുമ്പോൾ ഒരു പ്രീമിയം വില്ല, 5 കോടി രൂപ വരെയുള്ള പ്രീമിയം വില്ല നമ്മൾ പറയുന്ന ലൊക്കേഷനിൽ. വിന്നറായ ആളാരാണോ അയാൾ പറയുന്ന ലൊക്കേഷനിൽ വില്ല തരിക എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ലൈഫിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ സിസ്റ്റത്തിന്റെ അവാർഡ് ആൻഡ് റിവാർഡിൽ മാത്രം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും അവാർഡ് ആൻഡ് റിവാർഡിൽ മാത്രമുണ്ട്. ഇതിലൂടെ ഏൺ ചെയ്യുന്ന മുഴുവൻ നമ്മുടെ അസറ്റാക്കി മാറ്റാൻ പറ്റുന്ന കാര്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഇതിലൂടെയുള്ള ഫണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഹിസ്റ്ററിയിൽ, ഡയറക്ട് സെല്ലിംഗ് ഹിസ്റ്ററിയിൽ ഒരു മിറാക്കിൾ ആയിട്ടായിരിക്കും ഈ സിസ്റ്റം സംഭവിക്കാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇമാജിൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, സ്വപ്നങ്ങൾ കാണാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സിസ്റ്റം ലൈഫിനെ മാറ്റിമറിക്കുന്ന സിസ്റ്റം തന്നെയായിരിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, യുണീക്ക് ആയിട്ടുള്ള, ഈ അടുത്തങ്ങ് ഒരു കോമ്പറ്റീറ്റർ വരാൻ സാധ്യതയില്ലാത്ത ഒരു പ്രൊഡക്റ്റ് റേഞ്ചുമായിട്ട് ഈ സിസ്റ്റം നമ്മുടെ മുമ്പിൽ അവതരിക്കുകയാണ്. 2018 മുതൽ ഈ സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ മുന്നിലുണ്ട്. 2019 ഡിസംബർ 11 ഫസ്റ്റ് ബില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ബിസിനസ് പ്രൊമോഷൻ അവർ തുടങ്ങിയത്. എന്നാൽ 2020 നവംബറിലാണ് ഇതിന്റെ ലോഞ്ചിങ് നടന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2021 ഫെബ്രുവരി മാസത്തിൽ. വളരെ ചുരുങ്ങിയ സമയത്തിൽ ചില കാതലായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഈ സിസ്റ്റത്തെ നമുക്കൊന്ന് സ്നേഹിക്കാൻ സാധിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾക്ക് ഇത് കാരണമായി തീരും. ഈ സിസ്റ്റം മുന്നോട്ട് വയ്ക്കുമ്പോൾ പലരുടെ മനസ്സിൽ തോന്നാവുന്ന ചില കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഞാൻ ഈ സ്ലൈഡിലൂടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പണം എന്തിനു വേണ്ടി വിനിയോഗിക്കണമെന്നുള്ള തീർച്ചയായും സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കുമാണ്. എന്റെ അഡ്വൈസ്, ഇൻവെസ്റ്റ് യുവർ ഏർണിംഗ്സ് ഇൻ പ്യുവർ ഗോൾഡ് ആൻഡ് സെക്യൂർ യുവർ ലൈഫ് എന്നാണ്. പ്യുവർ ഗോൾഡ് നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യുക. എന്തുകൊണ്ട് നമുക്ക് നോക്കാം. ഫിയ ഗോൾഡിന്റെ 10% ഫിയ ഗോൾഡ് എന്ന് പറയുന്നത് 100% പ്യുവർ ഗോൾഡ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ 10% മാത്രമേ പ്യുവർ ഗോൾഡ് ഉള്ളൂ എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് 10% സ്വർണ്ണമല്ലേ ഉള്ളൂ, അത് നഷ്ടമല്ലേ. നമുക്ക് നോക്കാം നഷ്ടമാണോ അല്ലയോ. സാധാരണ ഒരാൾ ഉപയോഗിക്കുന്ന ആഭരണത്തിന്റെ റേഞ്ച് നോക്കിയാൽ ഒരു 10 പവൻ ആഭരണം, ഒരു പവൻ എന്ന് പറഞ്ഞാൽ 8 ഗ്രാം ആണ്. സോ 80 ഗ്രാം ആഭരണം വാങ്ങുന്ന പ്രോസസ് നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്താൽ അത് ഫിയ ഗോൾഡ് ആണോ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 916 ഗോൾഡ് ആണോ ബെനിഫിഷ്യറി എന്ന് ബെനിഫിറ്റ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 80 ഗ്രാം വാങ്ങണമെങ്കിൽ 30/11/2020 കണക്കാണ് ഞാൻ ഈ ടേബിളിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അന്ന് ഫിയ ഗോൾഡ് റേറ്റ് 1535 രൂപ. 80 ഗ്രാം വാങ്ങാൻ വേണ്ടി 1,28,800 രൂപ ഫിയ ഗോൾഡിന്റെ റേറ്റ് മാത്രമായിട്ട് നമ്മൾ കൊടുക്കണം. ഇവിടെ പണിക്കുറവ്, പണിക്കാശ്, സ്റ്റോൺ ചാർജ് അങ്ങനെ ഒന്നുമില്ല. അതെല്ലാം ഉൾപ്പെടെയാണ് ഫിയ ഗോൾഡിന്റെ വെയിറ്റ് കണക്കാക്കുന്നത്. നമ്മൾ ആ ഒരു എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. അതിന്റെ കൂടെ കൊടുക്കേണ്ടത് GST മാത്രം. കേരളത്തിലുള്ള അകത്തുള്ളവർ 3.25% കൊടുക്കേണ്ടത്. കേരളത്തിന് പുറത്തുള്ളവർക്ക് 3% കൊടുത്താൽ മതി. അങ്ങനെ വരുമ്പോൾ 1,26,791 രൂപയുണ്ടെങ്കിൽ നമുക്ക് 10 പവൻ ഫിയ ഗോൾഡ് ആഭരണം നമുക്ക് വാങ്ങാൻ സാധിക്കും. അതേസമയം 916 ഗോൾഡ് വാങ്ങണമെങ്കിൽ അതേ ദിവസം ഗോൾഡിന്റെ റേറ്റ് 4,501 രൂപ. 10 പവൻ വാങ്ങാൻ 3,60,080 രൂപ ഗോൾഡിന്റെ വില മാത്രം കൊടുക്കണം. അത് കൂടാതെ 2% മേക്കിംഗ് ലോസ് അത് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ 7,201 രൂപ മേക്കിംഗ് ലോസ് ആയിട്ട് നമ്മൾ കൊടുക്കണം. അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, കുറയ്ക്കല്ല ചെയ്യണം, കൂട്ടുകയാണ് ചെയ്യുന്നത്. മേക്കിംഗ് കോസ്റ്റ് ഓരോ ആഭരണത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. 2%, 3%, 5%, 10%, 15%, 20%, 28% വരെയൊക്കെയുള്ള മേക്കിംഗ് ചാർജുള്ള ആഭരണങ്ങൾ നമ്മൾ വാങ്ങാറുണ്ട്. നമ്മളൊന്നും അത് ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം. അതിനെക്കുറിച്ച് കൂടുതൽ സീരിയസ് ആയിട്ട് നമ്മൾ അന്വേഷിക്കാറില്ല. പക്ഷെ ഈ പരസ്യ ആവറേജ് മേക്കിംഗ് കോസ്റ്റ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ 15% ഒരു ആവറേജ് മേക്കിംഗ് കോസ്റ്റ് നമ്മൾ എടുത്ത ആഭരണങ്ങൾക്ക് ഉണ്ടെന്ന് കണക്കാക്കിയാൽ 54,012 രൂപ മേക്കിംഗ് കോസ്റ്റ് ആയിട്ട് കൊടുക്കണം. സോ ബിൽ എമൗണ്ട് 4,21,291 രൂപയായി. അതിന്റെ കൂടെ GST എന്നുള്ളത് 916 ഗോൾഡിന് നമ്മൾ കൊടുത്തേ പറ്റൂ. GST ഉൾപ്പെടെ നോക്കിയാൽ 4,34,986 രൂപ കൊടുത്താലാണ് 10 പവൻ 916 ഗോൾഡ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റൂ.
ഫിയ ഗോൾഡ് 1,26,791 രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം. രണ്ടിന്റെയും പർപ്പസ് ആഭരണം ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ 916 ഗോൾഡ് നമ്മൾ അഡീഷണൽ കാണുന്നത് ഇത് വിൽക്കാനോ പണയം വെക്കാനോ പറ്റും എന്നുള്ളതാണല്ലോ. എന്നാൽ ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മളൊന്ന് കണക്കെടുത്താൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഈ രണ്ട് ആഭരണം വാങ്ങിയപ്പോഴും 1,26,791 രൂപയുടെ ആഭരണം വാങ്ങിയപ്പോൾ അതിന്റെ പ്യുവർ ഗോൾഡ് വാല്യൂ എന്ന് പറയുന്നത് 39,280 രൂപയുണ്ട്. 916 ഗോൾഡ് 4,34,000 രൂപയ്ക്ക് വാങ്ങിയപ്പോൾ അതിൽ 3,60,60,80 രൂപ മാത്രമേ ഗോൾഡിന്റെ വിലയുള്ളൂ. നോക്കൂ, ഇവിടെ 74,906 രൂപ പണിക്കാശും പണിക്കുറവും ടാക്സുമായിട്ട് കൊടുത്തപ്പോൾ ഇവിടെ 87,511 രൂപ മാത്രമാണ് നമ്മൾ ആ ഇനത്തിൽ അഡീഷണൽ ആയിട്ട് കൊടുത്തത്. കണക്കിലേക്ക് കടന്നു വന്നാൽ ഏകദേശം 3,80,195 രൂപ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട് 10 പവൻ ആഭരണം വാങ്ങിയപ്പോൾ. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആഭരണം വാങ്ങിയത്. ആ ആഭരണത്തിൽ എക്സസ് ആയിട്ട് നമ്മുടെ കയ്യിൽ വെക്കുന്നു. 10 പവൻ ആഭരണം നമുക്ക് കിട്ടി. സെയിം ടൈം 3,80,195 രൂപ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട് താനും. ഈ എമൗണ്ട് നിങ്ങൾക്ക് സേവിങ്സ് ആക്കി മാറ്റാം. എങ്ങനെ? ഈ എമൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഈ എമൗണ്ട് ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിൻസ് വാങ്ങിച്ചു വെക്കാം. ഈ എമൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റുള്ള ബിസിനസ് എന്തെങ്കിലും ചെയ്യാം. ആക്ച്വൽ വാല്യൂ 3,80,195 രൂപയാണെങ്കിലും അതിൽ ഗോൾഡിന്റെ വില കൂടെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ശരിക്കുമുള്ള അസറ്റ് എന്ന് പറയുന്നത് 3,47,475 രൂപയാണ്. ആഭരണം വിറ്റാൽ ഈ പൈസ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളത് സത്യമാണ്. ഇത്ര എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാങ്ങിയ 10 പവൻ ഫിയ ഗോൾഡ് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന പ്രോസസ്സിൽ അതിൽ അടങ്ങിയിരിക്കുന്ന സ്വർണത്തിന്റെ വില നമുക്ക് തിരിച്ചു കിട്ടുന്ന പ്രോസസ് സിസ്റ്റത്തിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് 3,47,475 രൂപ. എന്നാൽ പ്യൂർ ഗോൾഡ് വാങ്ങുമ്പോഴോ നമ്മൾ 4,34,986 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്വർണം വിൽക്കുമ്പോൾ അതിൽ ഈ 74,906 രൂപ കൗണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല കൊടുക്കുമ്പോൾ ഒരു ഗ്രാമിന് 400 രൂപ എന്ന ക്രമത്തിൽ ഒരു കുറവ് കുറയ്ക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ 3,28,080 രൂപയാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പൊ നമ്മുടെ അസറ്റ് എപ്പോഴും കൂടി നിൽക്കുന്ന എവിടെയാണ്? ഫിയ ഗോൾഡ് വാങ്ങുമ്പോഴാണ്. കാരണം ഫിയ ഗോൾഡിൽ 24 ക്യാരറ്റ് സ്വർണം ഉണ്ട്. അതിൽ യാതൊരു കുറവും കിട്ടുന്നില്ല. നമ്മൾ വാങ്ങിയപ്പോൾ തന്നെ കുറെ പൈസ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്. അത് രണ്ടും കൗണ്ട് ചെയ്താൽ നമ്മുടെ കയ്യിലുള്ള അസറ്റ് പാർട്ട് ഒരിക്കലും 916 ഗോൾഡ് വാങ്ങുമ്പോൾ കിട്ടുന്നില്ല. പക്ഷെ ഒരു അപകടം എന്ന് പറയുന്നത് ഫിയ ഗോൾഡ് നമുക്ക് പ്ലഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ആഭരണം പ്ലഡ്ജ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആഭരണം പ്ലഡ്ജ് ചെയ്യുന്നു, പൈസ എടുക്കുന്നു. എത്ര പൈസ കിട്ടും? ഏകദേശം ഒരു 60% പൈസ കിട്ടുമായിരിക്കും. 100% പൈസ ഒരിക്കലും കിട്ടുന്നില്ല. മാത്രമല്ല എല്ലാ മാസവും പലിശ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. നമ്മൾ പണയം വെക്കാൻ പോകുമ്പോൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നത് മാക്സിമം പൈസ കിട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടേ പണം വെക്കും. അവിടെ മാക്സിമം ഇൻട്രസ്റ്റും കൊടുക്കേണ്ടി വരും. ഒരു 10 മാസം ആ സ്വർണം പണയത്തിൽ നിന്ന് എത്ര കാശ് കൊടുക്കണം? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ ഫിയ ഗോൾഡ് വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാലൻസ് പൈസ നമ്മൾ ബാങ്കിൽ ഇട്ടിരുന്നാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു പണയം വെക്കേണ്ട, നമുക്ക് അതിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നടത്താം. ബാങ്കിൽ കിടക്കുന്ന സമയത്ത് പലിശ ആഗ്രഹിക്കുന്നവർക്ക് പലിശയായിട്ട് ഒരു വരുമാനം ഇങ്ങോട്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും. 916 ഗോൾഡ് നമ്മൾ പണയം വെക്കുമ്പോൾ പലിശ അങ്ങോട്ട് കൊടുക്കണം. ഒരുപക്ഷെ 10 മാസം കഴിഞ്ഞു നമുക്ക് ഇത് എടുപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു, നമ്മൾ അത് വിൽക്കേണ്ട സാഹചര്യം വന്നാൽ ടോട്ടൽ ലോസ് ആണ്. നോക്കൂ, പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോ ഫിയ ഗോൾഡ് തന്നെയാണ് നമുക്ക് എപ്പോഴും ഗുണകരമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മാത്രമല്ല അങ്ങനെ പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോ ഒരിക്കലും നമ്മുടെ കയ്യിലുള്ള ആഭരണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഫിയ ഗോൾഡിലില്ല. ആഭരണം എപ്പോഴും നമ്മൾ ആഭരണമായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പക്ഷെ 916 വാങ്ങിച്ചാലോ ആഭരണം പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം അത് ബാങ്കിന്റെ ലോക്കറിലേക്ക് പോകും. അപ്പൊ ഒരു ബദൽ സൊല്യൂഷൻ വീണ്ടും നമ്മൾ കണ്ടെത്തേണ്ടി വരും. സോ ഫിയ ഗോൾഡ് വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത് എന്നർത്ഥം. മറ്റുള്ള ബെനിഫിറ്റിനെ കുറിച്ച് നോക്കിയാൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ഫിയ ഗോൾഡിന്റെ അഡീഷണൽ അട്രാക്ഷൻ ആണ്. ഒരു ഏർണിംഗ് ഓപ്പർച്യൂണിറ്റി, ലൈഫ് ടൈം ഇൻകം ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പറ്റുന്ന സാഹചര്യം തീർച്ചയായും ഈ സിസ്റ്റത്തിന്റെ പാർട്ടാണ്.
ആ ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലശേഷവും ആ വരുമാനം നമ്മുടെ കുടുംബത്തിലേക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. ഫിയാ ഗോൾഡ് ധരിച്ചു നടക്കുമ്പോൾ ഒരു ഹൈ സെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഒരു കൂൾ ആൻഡ് കംഫർട്ട് സിറ്റുവേഷനിലായിരിക്കും നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുക. കാരണം നമുക്കറിയാം, ഒരു കല്യാണ ഫംഗ്ഷനിലോ ഒരു തിരക്കേറിയ ബസ്സിലോ കയറുമ്പോൾ നമ്മൾ ആഭരണം ധരിച്ച ആൾക്കാരാണെങ്കിൽ നമ്മൾ എത്രമാത്രം കെയർ ആയിരിക്കും. ഫിയാ ഗോൾഡ് ആഭരണം ധരിക്കുമ്പോൾ ആ ഒരു കെയർ നമുക്ക് കൊടുക്കേണ്ട ആവശ്യം തോന്നില്ല. നമ്മുടെ മെന്റലി നമ്മൾ ഫ്രീ ആയിരിക്കും. കൂൾ ആൻഡ് കംഫർട്ട് സിറ്റുവേഷനിലായിരിക്കും ഫിയാ ഗോൾഡ് ആഭരണം ധരിച്ചു പോവുക. സോഷ്യൽ ബെനിഫിറ്റ് ഇട്ട് നോക്കുമ്പോൾ കൂടുതൽ ഫ്രണ്ട്സിനെ സൃഷ്ടിക്കാൻ, കൂടുതൽ ബിസിനസ് കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ, നമ്മുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, ഇക്കണോമിക് ഗ്രോത്ത് ഒരു ടീമിനോടൊപ്പം നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ, മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി ഫിയാ ഗോൾഡിലൂടെ കിട്ടുന്നുണ്ട്. എന്നാൽ 916 ഗോൾഡ് ഉപയോഗിക്കുമ്പോൾ ഇതൊന്നുമില്ല. ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ല, ഏർണിംഗ് പോസിബിലിറ്റി അവിടെ ഇല്ല, സേഫ്റ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ടെൻഷനിലാണ് ആൾക്കാർ. വലിയ വലിയ ആഭരണങ്ങൾ ധരിക്കണം എന്ന ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ധരിച്ചുകൊണ്ട് നടക്കാനുള്ള ഒരു ടെൻഷൻ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആങ്ഷ്യസ് ആണ്, പാനിക് ആണ് സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിച്ച് നടക്കുന്ന ആൾക്കാർക്ക്. യാതൊരു തരത്തിലുള്ള സോഷ്യൽ ബെനിഫിറ്റും ഇല്ല എന്ന് മാത്രമല്ല, അകന്നു പോകുന്ന സാഹചര്യം, സ്വർണം എന്ന സാധനം ജനങ്ങളെ തമ്മിൽ അകറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ സ്വർണ്ണമുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ മറ്റുള്ളവർ ഭയക്കും. കാരണം എന്റെ കാരണം കൊണ്ട് എന്തെങ്കിലും മിസ് വന്നാൽ ഞാനാണോ ഒരു കാരണക്കാരെന്ന് പേടി ഉള്ളിലുണ്ട് എപ്പോഴും. എന്നാൽ ഫിയാ ഗോൾഡിലേക്ക് വരുമ്പോൾ അത്തരം പേടിയില്ലാതെ ഫ്രീ മൈൻഡിൽ കൂൾ ആൻഡ് കംഫർട്ട് സിറ്റുവേഷനിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. സോ വെൽക്കം ഫിയാവിൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ സിസ്റ്റം വളരെ മനോഹരമായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഓഫീസ് MC ടവർ പൂങ്കുന്നം തൃശ്ശൂരിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കടന്നു വരിക ആ ഷോറൂമിലേക്ക്, നിങ്ങൾ നേരിട്ട് കടന്നു വരിക. ഈ സിസ്റ്റം പരിചയപ്പെടുത്തിയ സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്പോൺസർ ID ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ID ക്രിയേറ്റ് ചെയ്തതിനു ശേഷം കടന്നു വരിക. ചെക്ക് ചെയ്ത് നോക്കുക ഈ സിസ്റ്റത്തിന്റെ പ്രൊഡക്റ്റ് റേഞ്ച് എന്താണ്, ഈ പറയുന്ന ക്വാളിറ്റി ആ പ്രൊഡക്റ്റിനുണ്ടോ. ഏറ്റെടുക്കുക ഒരു ആവേശമായി. തീർച്ചയായും മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റിൽ വരുന്ന ഈ സിസ്റ്റം ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷനെ സഹായിക്കുന്ന സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും വിജയം നിങ്ങൾക്കുള്ളതാണ്. അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വിടവാങ്ങുന്നു. എല്ലാവർക്കും വലിയൊരു വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.